ഹലോ ഗൈസ്, വെൽവിഷറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് ഗൈസ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബറോസ് എന്ന് പറയുന്ന ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിന്റെ റിവ്യൂ ആണ് വന്നിരിക്കുന്നത്. എല്ലാവരും പറയുന്ന മികച്ച രീതിയിലുള്ള ഒരു സിനിമയാണെന്നുള്ള അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. എന്നാൽ കൂടുതൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമാണ്, കുട്ടികളെ മുൻനിർത്തിയുള്ള ഒരു ചിത്രമാണിതെന്നും ഈ ചിത്രം കൂടുതൽ കുട്ടികൾക്ക് അനുയോജ്യമാകുന്ന രീതിയിലാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രം മുതിർന്നവർ പോയി കണ്ടിട്ട് അതിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച ശേഷം നിരാശയുടെയൊക്കെ കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ അടിക്കുന്നതായിട്ട് കണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രം കുട്ടികളല്ലേ കാണേണ്ടത്, അത് വലിയ മുതിർന്നവർ പോയി കണ്ടേക്കും നമുക്ക് കുറെ അധികം എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ എക്സ്പെക്ടേഷനിലേക്കൊന്നും മൂവി വന്നില്ല എന്ന കാരണത്താൽ കുറെ ആൾക്കാർ റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് കുട്ടികൾ കാണണം, അവരുടെ അഭിപ്രായമാണ് കൂടുതലായിട്ട് വേണ്ടത്. അതല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെയോ ഒരു ഹൊറർ മൂവിയുടെയോ അല്ലെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെയോ ഒക്കെ ഒരു എഫക്ട് ഇതിന് കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാര്യം അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ചിത്രീകരിച്ച ചിത്രം കുട്ടികളാണ് വിലയിരുത്തേണ്ടത്, കുട്ടികളാണ് അതിനകത്ത് അഭിപ്രായം പറയേണ്ടത് ഗൈസ്. ഇതല്ലേ ഗൈസ്? ഇതിനകത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും എനിക്ക് വേറൊരു കാര്യമുണ്ട് ഗൈസ്. അപ്പം ലാലേട്ടന്റെ ആദ്യത്തെ ഒരു സംവിധാനത്തിന്റെ പുറത്തേക്ക് വരുന്നൊരു ചിത്രമായിരുന്നു ഈ ചിത്രം. സോ ഈ ചിത്രത്തിൽ കൂടുതൽ എഫക്ട്സുകളും 3D ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് നല്ല ഒരു പടമാണെന്നാണ് പ്രാഥമികമായി വന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് കുറിക്കണമേ എന്ന് ആവശ്യപ്പെടുകയാണ് ഗൈസ്. വേറൊരു കാര്യമുണ്ട്, ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഈ ചിത്രത്തിൽ ഉപയോഗിക്കാവുന്നതിന്റെ പരമാവധി കാര്യങ്ങളെല്ലാം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പോരായ്മകളൊക്കെ ഉണ്ടാകാം, കാരണം അദ്ദേഹം ആദ്യമായി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അല്ലേ ഗൈസ്. സോ അദ്ദേഹം ഇതിൽ നിന്നും വളരെ പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യണമേ എന്നാണ് നമ്മുടെ ആവശ്യം. കാരണം നമ്മൾ ലാലേട്ടനെ പോലുള്ള ആളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ ഡെഡിക്കേഷൻസ്, അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ ഒരു അനുഭവ പരിചയം എന്നിവയൊക്കെ കൊണ്ട് ഇനിയും കൂടുതൽ ഒരു ലൂസിഫർ പോലെയോ അതുപോലുള്ള ഒരു ചിത്രങ്ങളാണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ അപ്പുറം ലൂസിഫറിന്റെ മേളിലുള്ള ആ ചിത്രങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഒരു കാണി എന്ന നിലയ്ക്ക്, ഒരു പ്രേക്ഷകൻ, ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്ക് വരാൻ സാധ്യത ഉണ്ടാകണമേ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം നമ്മൾ ആരും തന്നെ മോശമായ ഒരു പടം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നു നല്ല രീതിയിലുള്ള എഫക്ട്സും നല്ല രീതിയിലുള്ള പ്രേക്ഷകരെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചിത്രം വരണമേ എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തന്നെ മാർക്കോ വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരു ത്രില്ലിലാണ്. മാർക്കോനായിട്ടാണ് നമ്മളെല്ലാവരും കമ്പയർ ചെയ്യുന്നത്. മാർക്കോനേക്കാൾ നല്ലതാണോ മാർക്കോനേക്കാൾ മോശമാണ്? അത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കോയും അതുപോലെ തന്നെ നമ്മുടെ ബാറോസും വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് സിനിമകളാണ്. അതിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രം കാണുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയും, ഇത് കുട്ടികൾക്ക് വേണ്ടി ചിത്രീകരിക്കുന്ന കുട്ടികളുടേതായ രീതികളുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇതിനെ രണ്ടും കമ്പയർ ചെയ്തൊരു അഭിപ്രായം പറയുക എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത്. സോ പിന്നെ അദ്ദേഹത്തിൻ്റെതായ കുറെ അധികം എക്സ്പീരിയൻസും അനുഭവങ്ങളും ഇതിനകത്തൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഷോട്ടിലാണെങ്കിലും ശരി, ഗ്രാഫിക്സും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന രീതിയിലാണെങ്കിലും അദ്ദേഹം തനതായ ഒരു എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തി ചെയ്യുന്നതിന്റെ എല്ലാ ഗുണഗണങ്ങളും ഇതിനകത്തുണ്ടെന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്ന കേസ്. സോ നമ്മളെല്ലാവരും കമ്പയറിറ്റീവ്ലി എല്ലാവരുമായി കമ്പയർ ചെയ്യുകയാണ് നല്ലത്. ഇപ്പൊ ഒരു ഗുഡ് മൂവി വന്നു കഴിഞ്ഞാൽ ആ ഗുഡ് മൂവിനെ അപേക്ഷിച്ച് മറ്റു മൂവി എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ മൂവികൾ, വ്യത്യസ്തമായ രണ്ട് രീതിയിലുള്ള എല്ലാ മൂവികളും അതിൻ്റെതായ യുണീക്നെസ് ഉള്ള ഒരാൾക്കാർ, ആദ്യം സംവിധാനം ചെയ്യുന്ന ആൾക്കാരും അവരുടേതായ ഒരു യുണീക്നെസ് ഉണ്ടാക്കിയെടുത്തിട്ട് അവർ സംവിധാനം ചെയ്യുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസമാണെന്ന് എനിക്ക് അഭിപ്രായമുള്ള. കൂടുതൽ ആൾക്കാരും അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോകൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഒരു ടെൻഡൻസി, അങ്ങനെ കഴിയുന്ന ഒരു ടെൻഡൻസി ഇപ്പം നിലവിലുണ്ട്. വ്യത്യസ്തമായ ആൾക്കാരാണ് ഈ ചെയ്യുന്നത്. അവരുടെ ക്യാരക്ടറും നമ്മളെപ്പോലെ തന്നെ, നമ്മൾ കാണുന്ന പോലെ തന്നെ അവരുടെ സ്വഭാവത്തിലും സവിശേഷതയിലും യുണീക്നെസ് എല്ലാ മൂവിക്കും വ്യത്യസ്തമായ സംവിധാനം ചെയ്തെങ്കിൽ കൂടി അവരുടേതായ വ്യത്യസ്തമായ ഒരു വീക്ഷണം, എല്ലാത്തിനും ഒരു ടച്ച്, അവരുടെ സിഗ്നേച്ചർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ രീതിയിലുള്ള ഒരു സിഗ്നേച്ചർ എല്ലാ കാര്യത്തിലും
ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എല്ലാവരും പറയുന്നുണ്ട് ആ മൂവിനെ അത്രയും പൊങ്ങില്ല, അത്രയും അതിനകത്ത് താരതമ്യം ചെയ്യുമ്പോൾ അത്രയൊക്കെ ഉയർന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോതായ രീതിയാണ്. എല്ലാ രീതി എല്ലാവർക്കും മറ്റൊരു അതായത് അല്ല ഓരോ സംവിധാനം തന്റേതായ ഒരു വ്യക്തി മുദ്ര തന്നെ ഉണ്ട്. അത് ഒരു കാരണവശാലും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയായിരിക്കും ഓരോ കാഴ്ചപ്പാടുകളും സംവിധാന രീതികളും ഒരു പ്രശ്നത്തെ ഉൾക്കൊള്ളുന്ന രീതിയും അതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. സോ എന്റേതായ വീക്ഷണം ഇതമാണ്. നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഇതിന് വിരുദ്ധമായിട്ടുണ്ടായ കാര്യം മനുഷ്യരായ എല്ലാ രീതിയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുലർത്തുന്ന ആൾക്കാർ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സമൂഹം. സോ വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ രാഷ്ട്രത്തിന്റെയും ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനെ നമ്മൾ പരസ്പരം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനം. ഒന്ന് മറ്റൊന്നിന്റെ പുറത്തോട്ട് പോയി അധികാരം സ്ഥാപിക്കുക എന്ന ഒരു ഹീനമായ ഒരു പ്രവർത്തനം ഒരു മേഖലയിലും ഉണ്ടാകാൻ പാടില്ല. കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഗെയ്സ്. സോ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി വ്യതിചലിച്ചു കൊണ്ട് പോവുകയാണ് ഗെയ്സ്. നമ്മൾ ബാരോസ് എന്ന് പറയുന്ന മൂവിയിൽ നിന്ന് തുടങ്ങുകയാണ് ഗെയ്സ്. അവിടെ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ വേറെ വിഷയങ്ങളിലോട്ട് പോയി വന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്കുണ്ടെന്ന് തോന്നിയിരിക്കുന്ന കാര്യം എന്നാണെന്നറിയാവോ, നമ്മൾ ലാലേട്ടനാണ് ഇത് സംവിധാനം ചെയ്തത്. ബാറോസിന്റെ എല്ലാം ഒരു 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 അതിന്റെ ആ ഒരു ഘട്ടത്തിൽ ലാലേട്ടൻ എന്ന ആളിൽ നിന്ന് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത ആൾക്കാർക്ക് അതൊന്നും കിട്ടാത്തതിന്റെ ഒരു പരാമർശം കൂടി ഇതിനകത്തുണ്ട്. കാര്യം ഇപ്പൊ ഒരു കുട്ടികൾക്ക് വേണ്ടി സംവിധാനം ചെയ്ത പടം കുട്ടികളാണല്ലോ കണ്ടത്. അതിപ്പോ ഈ മുതിർന്നവർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട്നെസ് കിട്ടത്തില്ല. കുട്ടികളുടെ ചിത്രം കുട്ടികൾ തന്നെയാണ് വേഗത്തേണ്ടത്. അവരുടെ അഭിപ്രായം കാണാനായിട്ട് ഏറ്റവും പ്രധാനം. അതുപോയി മുതിർന്നവർ കാണുക എന്ന് പറയുന്നേച്ചും അവരവരുടെ അഭിപ്രായം പറയുക എന്നുള്ളത് തീർത്തും ഒരു പോരായ്മയായി ഞാൻ കാണുന്നു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതൂ ഗൈസ്. സോ അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടുണ്ട്. കുട്ടികളുടെ മൂവി കുട്ടികൾ കാണുക, അവരുടെ അഭിപ്രായം പറയുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം അവരുടെ അഭിപ്രായങ്ങൾ കാണാനുള്ള പ്രാതിനിധ്യം നമുക്ക് പോയി കാണാൻ തെറ്റില്ല. പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾക്കായിരിക്കണം കൂടുതൽ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടത്. അതല്ലാതെ ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു ചിന്ത ആ രീതി അല്ലായിരിക്കും ഒരു സാധാരണ കുട്ടിക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ സാധാരണ കുട്ടികളുടെ വീക്ഷണത്തിൽ നിന്നും വേണം ഈ സിനിമയെ വിലയിരുത്തി അദ്ദേഹം ആ സംവിധാനം കാണുന്നത് അത് തന്നെയാണ്. ഒരു കുട്ടിയുടെ ഉള്ള ഒരു രീതിയിൽ നിന്നുമാണ് അദ്ദേഹം ആ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ ആ കുട്ടികളാണ് അതിനെ വിലയിരുത്തേണ്ടത്. അല്ലാതെ കണ്ട ഒരു മുതിർന്ന ആളുടെ ഒരു ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ടല്ലോ, നമ്മുടെ ദൃശ്യം മോഡലിലൊക്കെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അത് മുതിർന്നവരും നമ്മുടെ സമൂഹത്തിലെ ഉയർന്ന ചിന്താഗതിയും നിയമത്തെക്കുറിച്ചുള്ള അറിവുമുള്ള ആൾക്കാർ ഒരു പ്രശ്നത്തെ സ്വീകരിക്കുന്ന രീതിയും നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾക്കൊണ്ട് നടത്തിയ ഒരു ചിത്രമാണ് എന്താ പറഞ്ഞ ദൃശ്യമൊക്കെ. ആ പോലത്തെ മൂവിയൊന്നും അല്ല ഇത്. ഇത് സാധാരണ കുട്ടികളുടെ ഒരു ചിന്താഗതിയിൽ നിന്ന് ഉൾപ്പെട്ട ഈ രണ്ട് സിനിമയുടെയും വ്യത്യാസം അതാ. കാരണം നമ്മുടെ ലൂസിഫർ അതുപോലെ തന്നെ ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം സംവിധാനം ചെയ്ത നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് ലൂസിഫർ. എന്നാൽ നമ്മുടെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഉയർന്ന ചിന്താഗതിയും സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വിദഗ്ധനായ ഒരു പ്രതി സ്വീകരിക്കുന്ന ഒരു നടപടിക്രമമാണ്. എന്നാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളിലെ ചിന്താഗതികളിൽ നിന്നുകൊണ്ട് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിനെ തമ്മിലൊന്നും ഒരു കാരണവശാലും കമ്പയർ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അത് പോയി കണ്ടുവച്ചും വലിയ മുതിർന്ന പൗരന്മാർ കണ്ടുവച്ചും ആ സിനിമയുടെ നമ്മൾ ഉദ്ദേശിച്ചത്രയുള്ള എഫക്റ്റ് ഇതിനകത്ത് വന്നിട്ടില്ല എന്ന രീതിയിലൊക്കെ ഉള്ള കമന്റുകളും നമ്മുടെ റിവ്യൂസ് ഒക്കെ ഇടുന്നത് തീർത്തും വേദനാജനകമാണെന്നുള്ള ഒരു അഭിപ്രായമാണ് എന്റേത്. ഗൈസ്, നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനടിയിൽ കമന്റുകളായി നമുക്ക് രേഖപ്പെടുത്താം. So this is my opinion about Baros. What is your opinion, please? Thank you. Have a nice